ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ദ്രനാണെങ്കിലും വിഷുക്കൂടി കൊടുക്കാനായിട്ട് ഇങ്ങനെ അനുപമയുടെ അടുത്തോട്ട് എത്തുന്നുണ്ട് കേട്ടോ. എന്നാൽ അനുപമ തിരിഞ്ഞു നോക്കുന്നില്ല. എന്നാൽ തൻ്റെ ഭർത്താവ് അരികത്ത് വരുമ്പോൾ തൻ്റെ ഉള്ളൊന്ന് ഒലയുന്നുണ്ട് കേട്ടോ. ആ സമയം അനുപമ ചെറുതായി ഒന്ന് ഡൗൺ ആവും. പക്ഷേ പിന്നീട് അനുപമ പൊരുതാൻ തന്നെ തയ്യാറായിരിക്കുകയാണെന്നുള്ള ഇന്ദ്രൻ അറിയില്ലല്ലോ. അങ്ങനെ ഇന്ദ്രൻ ഇതൊരു വിഷുക്കോടിയാണെന്നും പറഞ്ഞ് ആ ടേബിളിൽ അങ്ങ് വെക്കാൻ കേട്ടോ. അനുപമയുടെ കയ്യിൽ കൊടുക്കാനുള്ള ആദായമൊന്നും ഇന്ദ്രനില്ല. അങ്ങനെ ആ വിഷുക്കോടി അവിടെ വെച്ചിട്ട് മോനെ ഇതാ അച്ഛൻ്റെ വിഷു കൈ നീട്ടം എന്നും പറഞ്ഞ് കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് മഞ്ചാടി ഇത് നോക്കിക്കോളൂ എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പോകുന്നു, എന്തായാലും നിങ്ങൾ പഞ്ചരത്നത്തിൽ പോയി എൻ്റെ അച്ഛൻ്റെ കുട്ടി അവിടെ നന്നായി ആഘോഷിക്കുക എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് അനുപമയുടെ ആ ഒരു ചെറുതായിട്ടൊന്ന് മനസ്സിങ്ങനെ ഉടഞ്ഞു പോകുന്ന ആ മനസ്സ് വീണ്ടും ഉയർത്തി എഴുന്നേൽക്കുന്നു കേട്ടോ. അങ്ങനെ ഇന്ദ്രൻ സമാധാനത്തോടു കൂടി തനിക്കെല്ലാം നിറവേറി എന്ന ആശ്വാസത്തോടു കൂടി തൻ്റെ ഭാര്യ തന്നെ ഒന്നും പറഞ്ഞില്ല എന്ന സന്തോഷത്തോടു കൂടി ആ പടിയിറങ്ങുമ്പോൾ നിൽക്കവിടെ എന്ന ശബ്ദം ഉയരുന്നു കേട്ടോ. അങ്ങനെ ഇന്ദ്രൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അനുപമയാണ്. അനുപമ ചോദിക്കാണ്, ഇതാർക്കാണ്? വിച്ചുമാൻക്ക് ഓടുന്ന വിഷുക്കോടിയാണോ? അല്ല, ഇത് നിനക്കാണ്. ഇതെന്താ സാരിയാണ് എന്ന് പറയട്ടോ. ഓഹോ, എനിക്കെൻ്റെ അച്ഛൻ സാരി അവിടെ വാങ്ങി വെച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ വിഷുക്കോടിയൊന്നും എനിക്ക് വേണ്ട. ഇതൊന്നും വാങ്ങുന്നുണ്ടോ? അത് കേൾക്കുന്ന ബാക്കി എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇന്ദ്രനാണെങ്കിലോ അത് വാങ്ങാൻ മനസ്സ് വരുന്നില്ല. തൻ്റെ ഭാര്യയെ അത്രത്തോളം താൻ ഉള്ളിൽ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അമ്മയാണല്ലോ തടസ്സം. പക്ഷെ അമ്മയെ എതിർക്കാനും കഴിയില്ല. അത് അനുപമക്കും അറിയാം. ഈ സമയം അനുപമ ഇത് വാങ്ങുന്നുണ്ടോ എന്ന് വീണ്ടും ആവർത്തിക്കുമ്പോൾ, എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടെ നിന്നും പോവാൻ, ഒന്ന് പോയി തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രനെ അത് വാങ്ങണം കേട്ടോ. അങ്ങനെ അനുപമയെ ഇന്ദ്രൻ എത്ര തവണ ഇതുപോലെ അപമാനിച്ചു വിട്ടതുപോലെ തന്നെ ഇന്ദ്രനെയും അനുപമ അപമാനിച്ചു വിടണിട്ടോ. തനിക്കത് താങ്ങാനാവുന്നില്ല. തൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. ഈ സമയം അനുപമ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പെട്ടെന്ന് ഓടിപ്പോവണിട്ട. എത്രയായാലും തൻ്റെ ഭർത്താവാണ്. ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും അമ്മയ്ക്ക് വേണ്ടിയാണല്ലോ തന്നെ പന്ത് തട്ടുന്നത് പോലെ ഇട്ട് തട്ടുന്നത്. അതറിയാം അനുപമയ്ക്ക്. അതുകൊണ്ട് തന്നെ ഒരു നട്ടലുള്ള ഒരു ഭർത്താവാക്കി എടുക്കുവാൻ കൂടിയാണ് അനുപമ ഈ പണിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അമ്മയെ ഉപേക്ഷിച്ച് വരുന്ന ഇന്ദ്രനായി തന്നെ ഇനി മാറുക തന്നെ ചെയ്യും. അങ്ങനെ ഇന്ദ്രൻ പോകും വഴിയൊക്കെ തനിക്കത് വലിയ വേദനയാവുന്നു. തൻ്റെ വീട്ടിൽ ചെന്നാലും തനിക്ക് യാതൊരുവിധ സമാധാനവും ഉണ്ടാവില്ല. എന്നാൽ ഈ സമയം സുശീലയാണെങ്കിലോ ഹർഷ വിളിച്ചിരിക്കുകയാണ്. ഹർഷ രവിയോട് കാര്യങ്ങളൊക്കെ ചെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞമ്മയും കൂടെ കൂടുന്നത് കൊണ്ട് തന്നെ സുശീലയും കൂടി വിളിക്കുക. ഇത്തവണത്തെ വിഷു നമുക്ക് ആഘോഷമാക്കാം എന്നുള്ള വാക്കുകളൊക്കെ ആയിട്ടോ. അങ്ങനെ രവി സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ ഹർഷ ഈ വാക്കുകൾ സുശീലയോട് പറഞ്ഞിരിക്കുകയാണ്. സുശീല അക്കാര്യം ഇന്ദ്രനോട് പറയണല്ലോ, ഞാനും നീയും ഇത്തവണത്തെ വിഷു അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മാത്രമല്ലല്ലോ ഹർഷയുടെ വയറ്റിൽ ഇന്ദ്രന്റെ കുഞ്ഞല്ലേ കിടക്കുന്നത്. ആ ഒരു സന്തോഷം കൂടി സുശീലക്കും ഹർഷക്കും ഒക്കെ ഉണ്ട്. അത് ഇന്ദ്രന്റെ മുന്നിൽ പ്രകടിപ്പിക്കാനായിട്ട് സുശീല അങ്ങ് വരികയാണ് കേട്ടോ. സുശീല വന്നിട്ട് പറയാണ്, മോനെ നാളെ സത്യനും പ്രതിഭയും ഇവിടെ നിന്ന് പോകും. പിന്നീടാണെങ്കിൽ ശ്യാമും അവരും ഇവിടെ നിന്ന് പോവാണ്. പിന്നീട് നമ്മൾ രണ്ടുപേരും മാത്രമായി ഇവിടെ വിഷുസദ്യ ഉണ്ടാക്കണ്ടേ? അതൊന്നും വേണ്ട, വിഷുസദ്യ ഒന്നും ഉണ്ടാക്കണ്ട. നമുക്ക് ഹോട്ടലിൽ നിന്ന് എത്തിക്കാൻ അമ്മയോട് പറഞ്ഞില്ലേ? അതൊക്കെയാണ്. പക്ഷെ എങ്കിലും കൂടി ആളുകളൊക്കെ ഉള്ളോടത്തേക്ക് പോവല്ലേ നല്ലത്. എന്താ പ്രതിഭയുടെ കൂടെ പോവാനാണ് അമ്മയുടെ ഉദ്ദേശം എന്ന അമ്മ പോയിക്കോളൂ. നിന്നെ തനിച്ചാക്കി ഞാൻ എങ്ങനെ പോവാനാണ്? നമുക്ക് ഹർഷയുടെ വീട്ടിലോട്ട് പോയാലോ? ഹർഷയുടെ ക്ഷണം വന്നിരിക്കുന്നു. ഒന്ന് മുന്നിൽ നിന്ന് പോയി തരുമോ? യാതൊരുവിധ സമാധാനവും തരാതെ ഒരു ഹർഷ എന്നും പറഞ്ഞ് ഒച്ചയെടുക്കുമ്പോൾ സുശീല ഒന്നും ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം ശബരിയാണെങ്കിലോ ദയം കൊണ്ട് അവിടെ നിന്നും ഇറങ്ങാണ്. ആരോടും പറയരുത് എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഹരിതയുടെ ആങ്ങള. അങ്ങനെ ഈ സമയം അവിടെ നിന്നും ദയയോട് പറയണം, പെട്ടെന്ന് ദയ നമുക്ക് പഞ്ചരത്നത്തിലോട്ട് എത്താൻ നോക്കണമെന്ന് പറയുന്നത്. ഇതേ സമയം ശബരിയുടെ മുഖത്തൊക്കെ ഒരു ടെൻഷൻ ദയ കാണുന്നുണ്ട്. എന്താ ശബരിയായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്? ഒരു പ്രശ്നങ്ങളോടോ, നമുക്ക് അവിടെ എത്തണ്ടേ? നേരം ഒഴുകുമോ എന്ന പേടിയാണ്. അല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ നിന്നും ഈ പയ്യനോട് പറയുന്നുണ്ട്, ആരോടും പുറത്ത് പറയുന്നു ചെയ്യരുതെന്ന് ഈ പയ്യനോട് പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ പഞ്ചരത്നമാണ് കാണിക്കുന്നത്. പഞ്ചരത്നത്തിൽ ആദ്യം എത്തുന്നത് വിനയൻ തന്നെയാണ് കേട്ടോ. വിനയനും ചിരിയും കൂടി വരികയാണ്. അപ്പൊ വിനയനെ കാണുമ്പോൾ അമ്പിളിക്ക് വലിയൊരു ഒരു അതൊന്നുമില്ല. കാരണം അമ്പിളിയുടെ മുഖത്തടിച്ചുള്ള വാക്കുകളല്ലേ വിനയം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സമയം വിനയം പറയണേ, അമ്പിളി ചേച്ചി എന്നോട് ക്ഷമിക്കണം, പെട്ടെന്നുള്ള എടുത്ത ചാട്ടത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞത് തെറ്റായി എന്ന് തന്നെ എനിക്ക് നന്നായി അറിയാം. എൻ്റെ മക്കളെയും ചിരുവിനെയൊക്കെ എനിക്ക് തിരികെ തന്നത്
അമ്പിളി ചേച്ചിയാണ്, അതെനിക്ക് നന്നായി അറിയാം. പക്ഷേ ഒരു അച്ഛന്റെ മനസ്സിൽ നല്ലൊരു അച്ഛനായതിനു ശേഷമുള്ള ഒരു അച്ഛന്റെ മനസ്സിന്റെ വേവലാതി കൊണ്ടാണ്, അല്ലാതെയും കണ്ട് ഒന്നുമല്ല അമ്പിളി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് അമ്പിളിയെ കുപ്പിയിലാക്കാൻ നോക്കൂട്ടോ. അപ്പോഴാണ് ശബരി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ശബരിയാണെങ്കിലും പിടിവിട്ട മനസ്സുമായാണ് ശബരി വരുന്നത് കേട്ടോ. ശബരിക്ക് വലിയ മനസ്സമാധാനമൊന്നും ശബരിക്ക് കിട്ടുന്നില്ല. ശബരി ആകെ മൊത്തത്തിൽ കിളി പോയിട്ടുണ്ട്. അപ്പോൾ രഘുവും ഈ പറയുന്ന വിനയനൊക്കെ എന്താ ശബരി എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനൊന്നും മറുപടി വ്യക്തമായി പറയാൻ കഴിയില്ല കേട്ടോ. ഇതേ സമയം ചായ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ചീരവും അമ്പിളിയും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാവും. എന്നാൽ ഈ സമയം രഘുവേട്ട ഒന്നിങ്ങ് വന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് കേൾക്കുന്ന വിനയം പറയാണ്, ഞാനറിയാൻ പാടില്ലെന്നുണ്ടോ എന്ന് വിനയം ചോദിക്കുമ്പോ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശബരി വിനയനെയും കൂടി അങ്ങ് കൂടെ കൂട്ടാണ് കേട്ടോ. അതോടുകൂടി രഘു എന്താ ശബരി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ട്. അതിപ്പോ എങ്ങനെ രഘുവേട്ടനോട് പറയണമെന്ന് എനിക്കറിയില്ല. എന്താ ദയ വീണ്ടും പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയോ? ദയയെ കുറിച്ചല്ലേ എനിക്ക് പറയാനുള്ളത്. പിന്നെ ആരെ കുറിച്ച്? മഞ്ചാടിയെ കുറിച്ച് എന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന രഘു എന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ പ്രശ്നമുണ്ട്. ആ ജീവരാജും മഞ്ചാടിയും കൂടി ഒരു രജിസ്റ്റേർഡ് മാരേജിനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് എന്ന് പറയട്ടെ. എന്താ നീ പറയുന്നത്? കള്ളം പറയില്ലേ ശബരി? ഞാൻ എന്തിനാ രഘുവേട്ട കള്ളം പറയേണ്ടത്? ഞാൻ കണ്ടതും കേട്ടതുമാണ് നിങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയത്. ഇതാ ഈ ഫോണിൽ ഇത് കണ്ടു നോക്ക് എന്ന് രഘുവിനോട് പറയുമ്പോൾ ഇത് വിനയനും കൂടി നോക്കണം കേട്ടോ. ഇതോടുകൂടി രഘു ആകെ പിടിവിട്ടു പോവാണ്. അപ്പൊ അവള് തന്നിഷ്ടത്തിന് എല്ലാം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നു. ഇതുപോലെയായിരുന്നു ദയ. അന്ന് അവൾക്ക് കിട്ടിയ ശിക്ഷ ഇന്നും അനുഭവിച്ചും കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വിലങ്ങിടണം. ആ ജീവരാജിനെ ഇനി വെച്ചേക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് രഘു അപ്പോൾ തന്നെ ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴേക്കും ശബരി അത് പാടില്ല രഘുവേട്ട അടങ്ങ്. ഇതിനെല്ലാം ഒരു തീരുമാനം നമുക്ക് ഉണ്ടാക്കാം. ദാസങ്ങൾ വരട്ടെ. ദാസങ്ങളിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടുത്തെ അച്ഛൻ തന്നെ ഇതിനൊരു തീരുമാനം എടുക്കേണ്ടത്. മഞ്ചാടിയുടെ ഈ വേലിച്ചാട്ടം അവളുടെ അച്ഛൻ തന്നെ നിലക്ക് നിർത്തണം. അല്ലാതെ കണ്ട് നമ്മൾ ആരെങ്കിലും അവൾക്ക് നേർക്ക് വിരൽ ചൂണ്ടിയാൽ അവൾ എന്തെങ്കിലും പറഞ്ഞ് നമ്മുടെ നാക്കൊതുക്കും. അത് കേൾക്കുന്ന രഘു അത് ശരിയാണ്, പഴയ മഞ്ചാടി ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇടപെടാനുള്ള അവകാശം മാഷിന് തന്നെയാണ് എന്നുള്ള തീരുമാനം എടുക്കേണ്ട. അങ്ങനെ ഇനി മാഷ് സത്യങ്ങളെല്ലാം അറിയുന്ന ആ ഒരു സീനുണ്ട്. ദാസ് കാര്യങ്ങൾ അതിൻ്റെതായ നയത്തിൽ പറയുമ്പോൾ മാഷ് തലക്ക് കൈവെച്ച് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. തൻ്റെ മകൾ ഇത്രയും വലിയൊരു ക്രൂരത തന്നോട് ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എപ്പോഴും പറയുന്ന വാക്ക് ഊണിലും ഉറക്കത്തിലും തൻ്റെ മക്കളിലേക്കാൾ എല്ലാവരേക്കാളും നല്ല മകൾ ഇവളാണ്. എല്ലാം തൻ്റെ അടുത്തോടുന്ന പ്രാപ്തിയോടും കൂടി എല്ലാം ചെയ്യാനുള്ള കഴിവ് ഇവൾക്കാണ് എന്ന് പറഞ്ഞ് ഒരുപാട് അങ്ങ് തലയുടെ മുകളിൽ കയറ്റി വെച്ചതും അതുപോലെ തന്നെ അമ്പിളി പറഞ്ഞ ആ വാക്കുമാണ് കേട്ടോ ഇവിടെ പുറത്തു വരുന്നത്. അമ്പിളി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് തവണ മാഷിനോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ടൗണിൽ വിട്ട് പഠിപ്പിക്കണ്ട. അവള് വല്ല ആപത്തിൽ ചെന്ന് ചാടും. അച്ഛനെ പോലും പിടിച്ചാൽ കിട്ടില്ല, അച്ഛൻ്റെ കൈ വിട്ടു പോവും എന്നൊക്കെ അമ്പിളി പറഞ്ഞത് ഓർത്തിട്ട് മാഷി തന്നെ എൻ്റെ മോള് എന്നോട് പല തവണ പറഞ്ഞതാണ്. അമ്പിളി എന്തെങ്കിലും പറഞ്ഞ് എല്ലാവർക്കും എടുത്തുചാട്ടമായി പറയും. പക്ഷെ അമ്പിളിയുടെ വാക്കുകളാണ് ഇവിടെ സത്യമായി വരുന്നത്. അമ്പിളിയാണ് ശരി എന്നുള്ള ആ ഒരു ലെവലിലോട്ട് ഈ കാര്യങ്ങളൊക്കെ എത്തിച്ചേരാൻ കേട്ടാ. ഇനി 1.5 കിടു തന്നെയാണ് ആ ഒരു രജിസ്റ്റർ മാരേജിന്റെ അന്ന് മാഷ് കൊടുക്കുന്ന ശിക്ഷ. അത് പറയാനാവില്ല കേട്ടോ. അത്രയും വലിയൊരു ശിക്ഷ തന്നെയായിരിക്കും മാഷ് കൊടുക്കുക. എന്നാൽ ഈ സമയം വിഷുവിന്റെ സമയത്ത് സർപ്രൈസായി ഇനി കൊടുക്കുന്നത് അതിലും അപ്പുറമാണ് കേട്ടോ.